വാട്ട് വി ബ്രോട്ട് ഫ്രം മുംബൈ ഷോപ്പിംഗ് ഇതിൻ്റെ പേരിൽ ഞങ്ങളൊരു അടി തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് ബാഗ് കളക്ഷൻ നല്ല കോഗൻവാലയിൽ, പക്ഷെ ഞങ്ങൾ ഒന്നും വാങ്ങിയില്ല കേട്ടോ. ഹായ് ഹലോ, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ ഞങ്ങൾ മുംബൈയിൽ പോയത് കുറേ ഷോർട്സിലൂടെയും കുറേ ദിവസമായിട്ട് നിങ്ങളൊക്കെ കാണുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ടൊരു വാട്ട് വി ബോട്ട് ഫ്രം മുംബൈ സുഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു, അങ്ങ് സുഡിയോ വരെ, അങ്ങ് മുംബൈ വരെ പോയിട്ട് സുഡിയോന്ന് വാങ്ങിയ സാധനങ്ങൾ കാണിക്കുകയാണോ, അവിടെ നിന്ന് വേറെ എന്തൊക്കെയാണ് വാങ്ങിയെന്നൊക്കെ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ആക്ച്വലി ഇങ്ങനൊരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ചിലവർക്കൊക്കെ കൊടുത്തു, പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ വേറെ സ്ഥലത്തേക്കൊക്കെ വെച്ചു. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിലുള്ള സാധനങ്ങളും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുംബൈനെ പറ്റി ഞാൻ സുഡിയോൻ്റെ വീഡിയോയിൽ കുറച്ചധികം മെൻഷൻ ചെയ്തായിരുന്നു. അടിപൊളി സ്ഥലമാണ്. നമുക്ക് ലോക്കൽ പർച്ചേസിങ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹിന്ദി സ്കില്ല് കുറച്ചുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഞങ്ങൾ മെയിനായിട്ട് പോയത് കൊളാബ കോസ്വേ, ഫാഷൻ സ്ട്രീറ്റ്, പിന്നെ ബാന്ദ്ര സ്ട്രീറ്റ്, ലോഗൻവാലയിൽ പക്ഷേ ഞങ്ങൾ ഒന്നും വാങ്ങിയില്ല കേട്ടോ. ജസ്റ്റ് ഒരു പാനിപ്പൂരിയും കഴിച്ചിറങ്ങി. കാരണം ഞങ്ങൾക്ക് അങ്ങനെ അഫോർഡബിൾ പർച്ചേസിങ് ആയിട്ട് തോന്നില്ല. പിന്നെ ഞങ്ങൾ നൈറ്റാണ് പോയത്, അതുകൊണ്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. കുറേ റീൽസ് വേറെ കണ്ടതിൽ ലോഗൻവാലയിലൊക്കെ ഭയങ്കര പർച്ചേസിങ് ഉണ്ടെന്ന് കേട്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്കൊന്നും തന്നെ കിട്ടിയില്ല. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് കൊളാബ കോസ്വേന്നും പ്ലസ് നമ്മുടെ ഫാഷൻ സ്ട്രീറ്റിൽ നിന്നും വാങ്ങിയതാണ്. രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ കൊളാബ കോസ്വേയിൽ കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ട്, ബാർഗെയിനിങ് കുറച്ചുകൂടെ കുറവായിരിക്കും. അപ്പോൾ കൊളാബ കോസ്വേ ആക്ച്വലി കുറച്ചുകൂടെ ഒരു ബ്രാൻഡഡ് സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമാണ്. ഫാഷൻ സ്ട്രീറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ കുറച്ചുകൂടെ ഒരു ലോക്കൽ സെറ്റപ്പാണ്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് വാട്ട് വി ബ്രോട്ട് ഫ്രം മുംബൈ ഷോപ്പിംഗ് എന്ന് കാണാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഞാൻ പറഞ്ഞല്ലോ, പ്ലാൻഡ് വീഡിയോ അല്ലാത്തതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയാണ് നിങ്ങളെ കാണിക്കേണ്ടതെന്നൊന്നും പ്ലാൻ ചെയ്തില്ല. ഞാൻ റാൻഡംലി സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചു. എന്താണോ എൻ്റെ കൈ കിട്ടുന്നത് അത് കാണിക്കാം, അല്ലാതെ എൻ്റെ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് റൈറ്റ് വേണോ ലെഫ്റ്റ് വേണോ, ഇവിടെയൊക്കെ ഫുൾ സാധനങ്ങളാട്ടോ. അപ്പോൾ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് തുടങ്ങാം. ഇപ്പം എല്ലാം വൈറ്റ് കവറാണ്, അതിൻ്റെ അകത്തുനിന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ളത് ബ്ലൂ കവറാണ്. അപ്പോൾ ഇതിലെന്താണെന്ന് എനിക്കറിയാം, ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് കുറച്ച് ക്യൂട്ട് സാധനങ്ങളാട്ടോ. നിങ്ങൾ വിചാരിക്കും എനിക്ക് ഈ ക്രാബിനോട് ഇതിന് മാത്രം പ്രാന്തം എന്താന്ന്. ഞാൻ ഇവിടുന്ന് പിങ്ക് അന്ന് SM സ്ട്രീറ്റ് വ്ളോഗിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടാവും. അപ്പം അന്ന് എനിക്ക് വൈറ്റ് കിട്ടിയില്ലായിരുന്നു, വൈറ്റ് ആൻഡ് യെല്ലോ. അപ്പം ഇത് നമ്മുടെ ഇവിടുന്ന് 40-50 വാങ്ങിയപ്പോൾ അവിടെ നിന്ന് 20 രൂപയ്ക്ക് കിട്ടി കേട്ടോ. 2-3 എണ്ണം വാങ്ങിയില്ല, കാരണം ഒരുപാടായത്. പിന്നെ എൻ്റെ കുറച്ച് ഫോട്ടോസുകളിൽ അവിടെ നിന്നിട്ട് മുംബൈ ഫോട്ടോസിൽ നിങ്ങൾ ഈ വള കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടിപൊളിയല്ലേ? ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു ഗോൾഡൻ കളർ സാധനമാണ്. ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വലത് കൈയിലേക്ക് ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല സജി. ഓക്കെ പൊളിയല്ലേ? ഇത് വാങ്ങിച്ചു. നമ്മുടെ ഇവിടെ ഷോപ്പിലൊക്കെ നല്ല പൈസ ഉണ്ട് കേട്ടോ, അത്രയും പൈസ ഇല്ല. പിന്നെ നമുക്ക് വാച്ചിൻ്റെ കൂടെയൊക്കെ ഗോൾഡൻ വാച്ചിൻ്റെ അല്ലാതെ വളയായിട്ട് സെപ്പറേറ്റ് ഇടാം. അങ്ങനത്തെ ഒരു ഇവിടെ വളയും വാങ്ങിട്ടോ. ഗോൾഡൻ അല്ല ആക്ച്വലി, ഇതൊരു റോസ് ഗോൾഡാണ്. അതിൻ്റെ അകത്ത് കുഞ്ഞു സ്റ്റോൺസ് വരുന്ന സാധനം കേട്ടോ. കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് എൻ്റെ ഒരു മടിയാണോ അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം എനിക്കറിയുന്നുണ്ട്. ഇപ്പം തന്നെ ഇത് ഇതുപോലെ വെച്ചില്ലെങ്കിൽ പിന്നെ ഈ കവറ് കളയും, അല്ലെങ്കിൽ ഇത് എടുത്ത് വെക്കില്ല. അപ്പോൾ അതാണ്. ദെൻ അതുപോലെ തന്നെ സംഗീത് സാഗറിനൊരു സിൽവർ ചെയിൻ കേട്ടോ. കുറച്ച് കട്ടിയുള്ള ക്വാളിറ്റിയുള്ള കുറേ ആൾക്കാർ ഇങ്ങനത്തെ ഇടുന്ന കാണാറുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചു. അവിടെ ഈ കൊളാബ കോസ്വേ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഡ്രസ്സും ഉണ്ട്. ഒരുപാട് എനിക്ക് തോന്നിയിരിക്കുന്നത് അവിടെ മെയിനായിട്ട് ഇതുപോലത്തെ ഗോൾഡൻ ക്യൂട്ട് ആക്സസറീസും ബാഗിൻ്റെ നമ്മൾ എന്താ പറയുക, ഓൺലൈനിലും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ബ്രാൻഡഡ് ബാഗുകളുടെ ഫസ്റ്റ് കോപ്പീസ് ഒരുപാടുണ്ട് കേട്ടോ. ഫസ്റ്റ് കോപ്പീസോ സെക്കൻഡ് കോപ്പി എന്തായാലും ഒരുപാട് ബാഗ് കളക്ഷൻ, നല്ല ക്വാളിറ്റി. പക്ഷെ ഒക്കത്തിനൊരു വില ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1000+ അല്ലാതെ പറയില്ല. പക്ഷെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് ഒരു ബാഗിന് അവർ 1250 പറഞ്ഞു. ഞാൻ 2 ബാഗ് 800 വാങ്ങി. അങ്ങനെ നമ്മൾ ബാർഗെയിൻ ചെയ്യാം ഒക്കെ അത്രേ. ദെൻ നമ്മളൊരു
ഫോൺ കേസ് 2 എണ്ണം വാങ്ങി. ഒരെണ്ണം ഞാൻ സ്റ്റോറി ഇട്ടായിരുന്നു. ആക്ച്വലി ആ ഒരെണ്ണം ഞാനിപ്പം നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോണിൽ ഇട്ടേക്കുമായതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ കാണിക്കുക എങ്ങനെയാണെന്നുള്ള ഞാൻ ഇവിടെ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആഡ് ചെയ്തേക്കാം ആ സാധനത്തിൻ്റെ കേട്ടോ. ആ അടിപൊളിയാണ്. ഞാൻ നാട്ടിലിട്ടപ്പം ഒരു ജെൻസി വൈബ്, ജെൻസി അല്ലെങ്കിൽ പോലും ഒരു ജെൻസി ന്യൂ ജെൻ പിള്ളേരുടെ സാധനമാണത്. അതൊക്കെ ഇതെൻ്റെ പഴയ കവറ്, ഒരു ഗ്രീൻ കേട്ടോ. ഇപ്പം എനിക്കെന്തോ ഈ കളറിനോട് എനിക്ക് ഇച്ചിരി വികാരം കൂടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ 2 ഫോൺ കവർ വാങ്ങി. പിന്നെ മെയിൻ ഐറ്റം ഗൈസ്, ഇത് നിങ്ങൾ അടുത്തുനിന്ന് കാണുന്നുണ്ടോ എനിക്കല്ല. അപ്പോൾ ദേ ഇങ്ങനത്തെ ക്യൂട്ട് കമ്മലുകൾ, കംപ്ലീറ്റ് ഒരു ഡയമണ്ട് ഫിനിഷ് വരുന്ന റോസ് ഗോൾഡിൽ വരുന്നതാണ്. ഷുവർ എനിക്ക് ഭയങ്കര വേർത്തായിട്ടുള്ള തോന്നിയൊരു സാധനമാണ്. ഞാനതിപ്പോൾ ഇട്ടേക്കുന്നതാണ്. നിങ്ങൾക്ക് ദൂരം നിന്ന് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനൊരു ഷോർട്സ് മേലെ ആഡ് ചെയ്യാം കേട്ടോ. അടിപൊളിയായിരുന്നു, അല്ല അടിപൊളിയാണ്. ബിക്കോസ് അമ്മമാർക്കാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇടാൻ പറ്റിയൊരു ടൈപ്പ് കമ്മലുകളാണ്. ആൻഡ് സാഗർ എന്ന് പേരെഴുതിയ ഒരു മാല, അടിപൊളിയല്ലേ? ഇത് നമുക്ക് ഇഷ്ടമുള്ള പേര് നമ്മൾ അവിടെ പറഞ്ഞാൽ അപ്പം അവർ ഇങ്ങനെ കൊത്തി ഇങ്ങനെ പേരിങ്ങനെ ആക്കിത്തരും, നമുക്കിഷ്ടമുള്ള പേര്. എന്നിട്ടൊരു ചെയിനിലിട്ട് തരും. 200-250 എന്തോ ആണ് ഇതിന് വരുന്നത്. അപ്പം അങ്ങനെ ഒരു ചെയിൻ വാങ്ങിച്ചു. പക്ഷേ ഇത് ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇത് ഞാൻ ഒരു ദിവസം ഇട്ടപ്പോഴത്തേനെ കളർ പോയി. കളർ പോകുമെന്ന് വെച്ചപ്പം കളർ പോവില്ല, നിങ്ങൾ ഇവിടെ കൊണ്ടു തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അവർക്കറിയായിരിക്കും നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള ധൈര്യത്തിലായിരിക്കും അത് പറഞ്ഞത്. കളർ പോയി ഗൈസ്. പിന്നെ ദേ 3 വാച്ച് വാങ്ങി കേട്ടോ. അനിയന്, ആദിക്ക്, സംഗീതയുടെ ചേച്ചിയുടെ മോന്, എനിക്ക്. ഒക്കെ ഭയങ്കര വലിയ റേറ്റൊന്നുമില്ല കേട്ടോ. 200-150 ഒക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളേക്ക് ഇത് എനിക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന്. അവനോട് ഇഷ്ടം പോലെ പറഞ്ഞു വാച്ച് എടുക്കാൻ. ബ്രാൻഡഡ് അല്ലേ യൂസ് ചെയ്യുള്ളൂ, ഇങ്ങനത്തെ 200-200 രൂപയുടെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യില്ല. അപ്പം അങ്ങനെ 3 വാച്ച് വാങ്ങി. നൈസാണ്. ദെൻ ഇത് നിങ്ങളെൻ്റെ ഫോട്ടോസിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ബട്ടർഫ്ലൈ ചെയിൻ നൈസല്ലേ? റോസ് ഗോൾഡിൽ ഇങ്ങനെ ബട്ടർഫ്ലൈസ് ലോക്കറ്റായിട്ട് വരുന്ന ഒരു ബട്ടർഫ്ലൈ ചെയിൻ വാങ്ങി. ഇതൊക്കെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുടെ വീഡിയോ ഞാൻ മേളിൽ ആഡ് ചെയ്യാം കേട്ടോ. കാരണം നിങ്ങൾക്ക് കാണൂലെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കാണെങ്കിൽ ക്ലോസ് വ്യൂ എടുക്കുന്ന അത്ര ഇഷ്ടമില്ല. ദെൻ നമ്മൾ പർച്ചേസ് ചെയ്ത 2 സാധനങ്ങളാണ്. കൂളിംഗ് ഗ്ലാസ് വിത്ത് കവർ കേട്ടോ. ഇത് സംഗീത് സാഗറിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കട്ടെ എന്ന് വെച്ച് 2 എണ്ണം വാങ്ങിച്ചു. ഒരു ബ്ലൂ, ഇത് ബൈക്കിൽ പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെപ്പോഴും ബൈക്കിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരല്ലേ. അങ്ങനത്തെ ഒരു ബ്ലൂ. ആൻഡ് ഞങ്ങൾ എപ്പോഴും എടുക്കുന്നൊരു നോർമൽ സാധനം. ഹൗസ് ഇറ്റ്? നൈസ്. ആൻഡ് അടുത്തതാണ് എൻ്റെതാണ് പൊളി. പൊതുവെ ഞാൻ ഇപ്പം ഇട്ട ടൈപ്പാണ് ഞാൻ എപ്പോഴും എടുക്കാറ്. പക്ഷേ അതിൻ്റെ അകത്ത് നിന്ന് ഞാനൊരു ചേഞ്ച് ആഗ്രഹിച്ച് എടുത്തതാണിത്. ഇറ്റ് സ്യൂട്ട്സ് മീ അല്ലേ? അപ്പം കൂളിംഗ് ഗ്ലാസ്, സൺഗ്ലാസ്. സൺഗ്ലാസ് എടുത്തു. അങ്ങനെ എനിക്ക് തോന്നുന്നു ആ കവർ ഏകദേശം തീരാനായി. ഇങ്ങനത്തെ കുറച്ച് ചേച്ചിയുടെ മോക്കാട്ടോ, ലാമിക്കാണ്. ആൻഡ് 2 കൈ ചെയിൻ, ഒരു മാല. അതൊന്നും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ക്യൂട്ടായിട്ടൊന്നും തോന്നിയില്ല. അതേ നൈസ് അല്ലേ? ആൻഡ് ഈ ലോക്കറ്റ് കണ്ടെടുത്താണ്. വലിയ ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് അപ്പോൾ ഈ കവറിൽ വരുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത കവറിൽ എന്താണെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ഒരു കവറ് ക്യൂട്ട് കുഞ്ഞ് സാധനങ്ങളുള്ള ഒരു കവറ് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളായിരിക്കും ഇപ്പം ഇതൊക്കെ എന്തിനാണ് നിങ്ങളെ കാണിക്കുന്നതെന്നൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു
അങ്ങനെ പ്രഹസനമൊന്നുമില്ല, ഞാൻ ഇത്രയും സാധനങ്ങൾ വാങ്ങിയെന്ന് കാണിക്കുന്ന പ്രഹസനമല്ല. ഒന്ന് നമുക്കൊരു കണ്ടൻറ് എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അപ്പോൾ ഒരു കണ്ടൻറ്റായിട്ട് ജസ്റ്റ് ഇടുന്നു. പ്ലസ് എന്താ, കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വലിയ പൈസക്കില്ലാതെ വാങ്ങിക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. ആൻഡ് നമുക്ക് തൊട്ടടുത്തുള്ള അടുത്ത കവർ നോക്കാം. പ്രഹസനമൊന്നുമല്ല സജീസ്. ഇത് 100 രൂപയ്ക്കാട്ടോ. ഇതെനിക്കാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റിയുള്ള 2 പല്ലാസോ ടൈപ്പ് പാൻറ്റാണ്. വീട്ടിൽ നിന്ന് ഇടാൻ എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വാങ്ങിയത്. പക്ഷെ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് നമുക്ക് പുറത്തൊക്കെ പോകണമെങ്കിൽ കുഞ്ഞു ടോപ്പ് ഇട്ടിട്ട് ഇടാൻ പറ്റിയ ക്വാളിറ്റി ഉണ്ട്. നിഴലൊന്നും അടിക്കുന്നില്ല. ഞാൻ ഇവിടെ വന്ന് ഇട്ട് നോക്കി, നല്ല ക്വാളിറ്റി സാധനം കേട്ടോ. 100 രൂപയ്ക്ക്. ഇപ്പം ഞാൻ വിചാരിച്ചു, ഇവിടെ ഇട്ട് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ച് 2 കൂടെ വാങ്ങിക്കായിരുന്നു. കുറേ കളർ വേരിയൻ്റ് ഉണ്ടായിരുന്നു, ബ്ലാക്ക്, പിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വലിയ ജാടി ഇറക്കി. പക്ഷെ ഇപ്പം ഞാൻ ഇവിടെ വന്ന് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടാന്ന് തോന്നി. ഇപ്പം ഞാൻ വിചാരിച്ചു വാങ്ങാമായിരുന്നു 2 കളറും കൂടെ. കാരണം ഇതൊക്കെ നമുക്ക് ആവശ്യം വരുന്ന സാധനങ്ങളാണ്. ഡ്രസ്സൊന്നല്ല, ഇത് നമുക്ക് വീട്ടിൽ നിന്ന് കൂടാൻ പർപ്പസ് ഉള്ള സാധനങ്ങളാണ് അതൊക്കെ. ഇനി ഈ കവർ ആക്ച്വലി അല്ല, ഇപ്പോൾ ഞാൻ മറ്റേത് പറഞ്ഞില്ലേ, നമുക്ക് വാങ്ങിയ ആവശ്യമുണ്ട്, നമുക്ക് വേണ്ട സാധനങ്ങളാണെന്ന്. പക്ഷെ ഇതെനിക്ക് അങ്ങനെ വലിയ വേണ്ട സാധനങ്ങളാണോ എന്ന് വെച്ചാൽ അല്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഫോണിൽ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും നിൽക്കും എന്നാണ് അവർ പറയപ്പെടുന്നത്. നമുക്കിവിടെ ഫോണും വെക്കാം. അത് 2 ടൈപ്പ് ഉണ്ടായിരുന്നു. പെർമനൻ്റായിട്ട് ഫോണിൻ്റെ ബാക്കിൽ ഒട്ടിക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ നമുക്ക് വേണ്ടപ്പോൾ ടെമ്പററി ആയിട്ട് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പെർമനൻ്റായിട്ട് ഒട്ടിക്കാതെ ഇങ്ങനെ ടെമ്പററി ആയിട്ടുള്ള വാങ്ങി. ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയില്ല, എനിക്കിപ്പോൾ ടെൻഷനാണ്. അപ്പോൾ ഇച്ചിരി അടുത്തുള്ള സാധനങ്ങളൊക്കെ ചുമരുമ്മൽ ഒട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നണത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയേരം. പിന്നെ അവിടെയുള്ള കുറേ ആൾക്കാരുടെ ഫോണിൽ ഇത് കാണുകയും ചെയ്തു. ഓക്കെ, ഇനിയാണ് ഞാൻ അടുത്ത പറയാൻ പോകുന്ന സാധനം. അത്യാവശ്യമല്ല, അനാവശ്യമാണ്. എന്നാലും നമുക്ക് ചില സാധനങ്ങളോടുള്ള നമ്മുടെ പ്രിയം കാരണം നമ്മൾ വാങ്ങുന്നു പറയില്ലേ, അങ്ങനെ വാങ്ങിയ ഒരു സാധനമാണ്. അതിൻ്റെ ഇടയിൽ നമ്മളവിടെ താജിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തായിരുന്നു. അത് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായി. ഫ്രെയിമല്ലല്ലോ, ഇങ്ങനെ എന്തായാലും പ്രിൻ്റ് എടുത്തിട്ടുണ്ടായി. അതാണിത്. ആൻഡ് നെക്സ്റ്റ്, ഇത് ഇച്ചിരി ഓവറാണ്, പക്ഷെ വലിയ റേറ്റ് ഇല്ല. പിങ്ക് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ വളർത്തി നെയിൽ പോളിഷൊക്കെ ഇട്ടെടുക്കാൻ. പക്ഷേ നേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കത് പറ്റില്ല. അതാണ് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത്. ഇത് വാങ്ങി സ്വന്തമായിട്ട് നഖം വളർത്തിയാൽ പോരെയെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് നേഴ്സുമാർക്ക് ഒരുപാട് നഖം നീട്ടി നെയിൽ പോളിഷ് നീട്ടി എപ്പോഴും നടക്കാൻ പറ്റില്ല. കാരണം ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അത് പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ നെയിമിലാവുമ്പം അഥവാ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ മറന്നുപോയാൽ പോലും ജസ്റ്റ് അപ്പം തന്നെ ബസ്സിൽ നിന്നോ വണ്ടിയിൽ നിന്നോ ഇവിടെ നിന്ന് വേണമെങ്കിലും ഡ്യൂട്ടിക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ പറിച്ച് കളയാം. ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ. പിങ്ക്, ഒരു ലാവൻഡർ, ഒരു വയലറ്റ് ബ്ലൂ, ആൻഡ് ഈ സെറ്റിൽ പിങ്കും വൈറ്റും വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ നിങ്ങളെ യൂസ് ചെയ്ത് കാണിക്കൂ കേട്ടോ. എന്തായാലും വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ ഇതിടും. ഇത് ജസ്റ്റ് വീഡിയോ ചെയ്യണം എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്കിഷ്ടമാണത്. പണ്ട് മുതലേ എന്നെ അറിയുന്നവർക്കറിയാം, ഒരുപാട് നഖമൊക്കെ നീട്ടി ഭയങ്കര മൾട്ടി കളേഴ്സൊക്കെ യൂസ് ചെയ്ത് പോകുന്ന ഒരാളായിരുന്നു ഞാൻ. പിന്നെ നമ്മുടെ ജോലിയും നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇത് ആയതുകൊണ്ട് ഇത്. ദെൻ മുംബൈയിൽ നിന്നൊരു മാഗ്നറ്റ്, ഒരു സവനിയർ പോലെ ഒരു മാഗ്നറ്റ്, ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങി. അവിടെ നമുക്ക് എവിടെ നോക്കിയാലും കാണുന്നത് ഇതുപോലത്തെ അല്ല, ഇത് അംബാസഡറാണ്. ഇതുപോലത്തെ അല്ല, അവിടെ ഊബർ ടാക്സി ബ്ലാക്ക് ആൻഡ് യെല്ലോ പ്ലസ് മുംബൈയിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടെ ഒരു എസ്തെറ്റിക്കായിട്ട് ഇതങ്ങ് പിടിച്ചു കേട്ടോ. അങ്ങനെ ആ കവറും ഫിനിഷായിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം, കാരണം ഒരുപാട് ലെങ്ത് ആയാലും നമുക്കൊരു രസം ഉണ്ടാവില്ല, പ്രത്യേകിച്ച് വലിയ വലിയ സാധനങ്ങളൊന്നും കാണിക്കാനും ഇല്ല. പിന്നെ ഓർത്തു ഇനി നമുക്ക് ഇപ്പം ഏകദേശം എനിക്ക് സ്വന്തമായിട്ട് വാങ്ങിയതാണ്. ഇനി നമുക്ക് കുറച്ച് പേർക്ക്, അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ വാങ്ങിയത് എന്തൊക്കെയാണെന്ന് കാണാം. അതിലൂടെ വാച്ച് കണ്ടു ആർക്കൊക്കെയാണെന്നുള്ളത്. ഇനി നമ്മൾ ഈ കവർ എടുത്ത ഫസ്റ്റ് തന്നെ കാണുന്ന ഒരു നൈസ് കാറാട്ടോ. ഭയങ്കര ഇത് ആർക്കായിരിക്കും എന്ന് വെച്ചാൽ ഇപ്പം ഉള്ള ചെറിയ ആളെന്ന് പറഞ്ഞാൽ സംഗീതയുടെ ചേട്ടൻ്റെ മോനാണ്, ലല്ലുവിനാണിത്. ലല്ലു പെട്ടെന്ന് വന്നോ, കാറ് തരാം. പിന്നെ
ഇതെൻ്റെ അച്ഛനാണ്. സൈസൊന്നും പറ്റുമെന്നല്ല, അത്യാവശ്യം വലിയ കാലാണ്. പിന്നെ അച്ഛന്മാർക്ക് പറ്റിയൊന്നും വേറൊന്നും ഉണ്ടായില്ല, വാച്ചൊന്നും അങ്ങനത്തെ ഒന്നും കണ്ടില്ല. അപ്പോൾ ഒരു ചെരുപ്പ് വാങ്ങി. പറ്റൂ എന്ന് അറിയില്ല, പറ്റിയില്ലെങ്കിൽ എനിക്ക് ഈ ചെരുപ്പ് അവിടുന്ന് പോകുന്നവരെ എനിക്കതിനുള്ളത് കേൾക്കാം. എന്തിനാ വാങ്ങി എന്ന് ചോദിച്ചിട്ട്. ആൻഡ് ഒരു ക്യൂട്ട് ബാഗ്, സ്ലിംഗ് ബാഗ്. അമ്മച്ചി ആർക്കായിരിക്കും? ലാമി കമോൺ. സംഗീതയുടെ ചേച്ചിയുടെ മൂക്ക് കേട്ടോ. ഒരു സിബൊക്കെ ഉള്ളൂ, പക്ഷെ അവർക്ക് ഇത് കാണുമ്പോൾ രസമല്ലേ. അപ്പോൾ ദേ ഇങ്ങനൊരു ബാഗ് ലാമിക്കാണ്. ആദ്യക്ക് വാങ്ങിയ വാച്ച് കാണിച്ചു, പ്ലസ് ഒരു ബാഗ് ചേച്ചിക്ക് വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ബാക്ക് പാക്ക്, കുഞ്ഞ് ബാക്ക് പാക്ക്. പെട്ടെന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ 1 2 3 4 5 6 6 സിബൊക്കെ ഉണ്ട്. ഇത് രണ്ടും ഒന്നാണ്, സ്റ്റൈലാണ്. അപ്പോൾ 5 സിബൊക്കെ ഉള്ള കമ്പാർട്ട്മെൻ്റൊക്കെ ഉള്ളൊരു കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു ബാഗാണ്. അപ്പോൾ പിന്നെ ഓക്കെ, മാക്സി അമ്മമാർക്ക്. പ്ലസ് അമ്മയ്ക്ക്, ഇവിടുത്തെ അമ്മയ്ക്ക് ഞാൻ ഒരു ചെരുപ്പ് കൊണ്ടുവന്നായിരുന്നു. അത് ജസ്റ്റ് ബാഗ് അൺപാക്ക് ചെയ്യുമ്പോൾ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഏറ്റവും മേലെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതെടുത്ത് അമ്മയ്ക്ക് കൊടുത്തു. ഇന്നിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ അമ്മ ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് അതെവിടെയാണെന്ന് ഞാൻ നോക്കിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ചെരുപ്പ് അമ്മയ്ക്ക് കൊടുത്തായിരുന്നു. പിന്നെ അത് ഇതുപോലത്തെ 3 മാക്സികൾ. ഞാൻ നിവർത്തുന്നില്ല ഗൈസ്, സെയിം പ്രിൻ്റാണ്. നിവർത്തിയാൽ മടക്കേണ്ടത് ഞാൻ തന്നെയല്ലേ. സോ ഇങ്ങനത്തെ ഒരു 3 മാക്സി കേട്ടോ, അമ്മയ്ക്ക്, അമ്മമാർക്ക്. അപ്പോൾ ഇതിലിപ്പോൾ അവർക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ എടുത്തോട്ടെ. അങ്ങനൊരു 3 മാക്സി എടുത്തിട്ടുണ്ട്. അത്രയൊക്കെയാണ് പുറത്തുള്ളവർക്ക് വാങ്ങിയേക്കണത്. ഇനി വീണ്ടും നമ്മൾ നമ്മളിലേക്ക് തന്നെ കിടക്കാം. ഇനി ഞാൻ കുറച്ചധികം, ഇപ്പോൾ ഒരു ബാഗ് കാണിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഞാൻ ഡ്രസ്സിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് ബാഗിലേക്കായിരുന്നു. കുറച്ചധികം ബാഗുകൾ തന്നെ വാങ്ങിയിട്ടുണ്ട്. കുറച്ചധികം എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നുമില്ല, 4 ബാഗുകൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യകതയുണ്ട്. നമുക്കിനിയിപ്പോൾ ഡെയിലി പോകുമ്പോഴും എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ബാഗുകൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി ഞാൻ ആ ബാഗുകളുടെ വീഡിയോ ഇവിടെ കാണിക്കുന്നില്ല. മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, ഈ വീഡിയോ പ്ലാൻഡ് അല്ലായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ലേറ്റസ്റ്റായിട്ടൊന്നും ആ ബാഗ് യൂസ് ചെയ്യേണ്ടാത്തതുകൊണ്ട് തന്നെ ഞാനത് ട്രോളി ബാഗിലൊക്കെ ആക്കി മേലോട്ട് കയറ്റി. പക്ഷേ ഐ തിങ്ക് അതൊരു സെപ്പറേറ്റ് വീഡിയോ, എൻ്റെ ബാഗ് കളക്ഷൻസ് എന്ന് പറഞ്ഞു. അങ്ങനെ ബാഗ് കളക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു വീഡിയോ ഇടാമെന്ന് പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് അതും കൂടി ഇതിൽ കാണിച്ച് വൈഡാക്കുന്നില്ല. ഇനി നമുക്ക് അവൻ എന്തൊക്കെയാണ് വാങ്ങിയത് കാണാം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെയോ വാങ്ങിക്കൂട്ടിയെങ്കിലും അവൻ ഒരുപാടൊന്നും വാങ്ങിയില്ല. അപ്പം ഞാനും ഒരുപാട് വാങ്ങിയെന്ന് വെച്ചാൽ ഉണ്ട്. ഞാൻ ബാഗുകളുടെ കാര്യമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിനാണ് ഞങ്ങൾ ആക്ച്വലി സുഡിയോയിലേക്ക് പോയത്. പക്ഷെ അവിടെ നിന്നും ഞാൻ തന്നെയാണ് വാങ്ങിയത്. അപ്പം നമ്മൾ ഈ ലോക്കൽ പർച്ചേസിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞ ഫാഷൻ സ്ട്രീറ്റിൽ പോയപ്പോൾ അങ്ങ് അറ്റം വരെ ഫുൾ ജെൻസ് കളക്ഷൻസ് ആയിരുന്നു. ലേഡീസ് അവിടെ കുറവായിരുന്നു. എന്നിട്ട് പോലും ഐ ഡോണ്ട് നോ വൈ ഗൈസ്. അപ്പോൾ അതെ, ഒരു കളർഫുൾ കളസം വാങ്ങിയിട്ടുണ്ട്. ദെൻ എഗെയിൻ ഒരു ബ്ലാക്ക് ട്രൗസർ. അവനാട്ടോ, എനിക്കല്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ കളറിനോട് എനിക്ക് എന്തോ ഒരു കമ്പം വന്നിട്ടുണ്ട്. ഇത് എനിക്കാണ്, പക്ഷെ അറിയാലോ, ഇതാണ് ഇപ്പോഴത്തെ ഒരു നൈസ് സാധനമല്ലേ, നൈസ് ക്ലോത്താട്ടോ. അങ്ങനെ അത് ആൻഡ് ഈ ടീഷർട്ട്.
ഈ ടീഷർട്ടിൻ്റെ പേരിൽ ഞങ്ങളൊരു അടി തന്നെ ഉണ്ടായിരുന്നു. സൈസ് പറ്റാതെ ഞാൻ വലിയ ബാർഗെയിനിങ് ഒക്കെ ചെയ്ത് അവൻ വേണ്ടാന്ന് പറഞ്ഞിറങ്ങി. ഇത് ആദ്യം 800 പറഞ്ഞു. സാധാരണ അങ്ങനെ ഒരു ടീഷർട്ടിൻ്റെ മുകളിലേക്ക് കൈ വെക്കാത്തതാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരെണ്ണത്തിൻ്റെ കൈ മുകളിൽ കൈ വെച്ചപ്പോൾ ഞാൻ വെച്ചത് പിടിച്ച് കാണുന്നത്. അപ്പോൾ 800 പറഞ്ഞ് പിന്നെ 500 ആക്കി. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ വെച്ചത് നമ്മുടെ ഐഡിയ എന്ന് വെച്ചിട്ട് ഇവർ തിരിച്ച് എന്നെ വിളിച്ചപ്പോൾ 300 രൂപ പറഞ്ഞു. ഞാൻ വാങ്ങിപ്പോന്നു. പിന്നെ ഞാൻ മനസ്സിലായത് സൈസ് ഒക്കാത്തത് കൊണ്ടായിരുന്നു ഇറങ്ങിപ്പോയതെന്ന്. പിന്നെ കുറച്ച് മുന്നോട്ട് വന്നതുകൊണ്ട് തന്നെ കടകൾ ഏതാന്ന് പോലും മനസ്സിലാവാതെ കൺഫ്യൂസിങ് ആയി. പിന്നെ ഒരടി ആയതുകൊണ്ട് തന്നെ പിന്നെ ഇതിനെപ്പറ്റി മിണ്ടിയില്ല. അതുകൊണ്ട് അതാണ് ഈ ടീഷർട്ടിൻ്റെ കഥ. പിന്നെ മെയിനായിട്ട് ഒരു ക്രീം പാൻറ്റ് വാങ്ങി. അത് ഫസ്റ്റ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡേ ഞാൻ എന്തേലും വാങ്ങുമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. ഫസ്റ്റ് തന്നെ ഇഷ്ടപ്പെട്ടൊരു പാൻറ്റ്സ്, ഒരു ക്രീം പാൻറ്റ്. അത് ഞാൻ അലക്കിയിട്ടേക്ക്. ഞങ്ങൾ അവിടെ നിന്ന് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അലക്കിയിട്ട് ഇപ്പോൾ മഴയായതുകൊണ്ടൊന്നും ഉണങ്ങുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോ മേലെ കാണിച്ചേക്കാം. അപ്പം അതുമായിട്ട് തന്നെ റിലേറ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് പാൻറ്റ് വാങ്ങി. ആക്ച്വലി എനിക്ക് പാടാണ്, കാരണം അലക്കി വെളുപ്പിക്കാൻ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടത് പൊതുവെ അങ്ങനെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എടുത്തട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അതിനോട് ചേർന്ന് തന്നെ മാച്ചായി പോകുന്നൊരു ബ്രൗൺ ഷർട്ട് കൊടുത്തു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ക്രീം പാൻറ്റിനാണെങ്കിലും ഈ വൈറ്റ് പാൻറ്റ്സിനാണെങ്കിലും നന്നായിട്ട് മാച്ചായി പോകുമല്ലോ അല്ലേ. പിന്നെ കൊളാബ കോസ്വേനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം അവിടെ ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. പക്ഷേ റേറ്റ് അവരൊരു 500 എബോ അല്ലാതെ ഒന്നും പറയില്ല. നമുക്ക് ഒരു പകുതി, എല്ലാവരും പറയുന്നല്ലേ 100 രൂപ 50 രൂപ, അതൊന്നും ഞാൻ അവിടെ കണ്ടില്ല. ബാർഗൈനിങ് സ്കിൽ ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ അത്രയും കുറയ്ക്കുമെന്ന് എനിക്ക് തോന്നില്ല. അവിടെ 250 മിനിമം ഇടുന്ന ഷോപ്പുകൾ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് റേറ്റ് 250, നോ ബാർഗൈനിങ് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഫാഷൻ സ്ട്രീറ്റിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ അവിടുത്തെ ഡ്രസ്സ് എനിക്ക് അധികം ക്വാളിറ്റി തോന്നിയില്ല. അപ്പോൾ ക്വാളിറ്റി ഉണ്ടാകുമ്പോൾ നമുക്കൊരു 300 എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും അവിടം വരെ പോകേണ്ടിയിരുന്നു എന്ന്. പക്ഷേ ക്വൈറ്റ് നാച്ചുറൽ. ആൻഡ് ഗൈസ്, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാനൊന്നും വാങ്ങിയിട്ടില്ല. എനിക്കാകെ ഡ്രസ്സ് 2, 1, 3 അത്രയേ ഉള്ളൂ. ഈ ഉടുപ്പ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഞാൻ എല്ലാവരും കണ്ടിട്ടുണ്ടോയെന്നില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയും പോസ്റ്റും ഒക്കെ ഇട്ടായിരുന്നു. ഇതുപോലെ സ്ലീവ്ലെസ് ആണ്, കപ്പാണ് വരുന്നത്. ആൻഡ് മെയിൻ പോക്കറ്റും വരുന്നുണ്ട്. ബാക്കിൽ എലാസ്റ്റിക്കാണ്. ഭയങ്കര കംഫർട്ടാണ്. നല്ല മെറ്റീരിയലാണ്. 300 റുപ്പീസിനാണ് കിട്ടിയിരിക്കുന്നത്. നൈസല്ലേ. ഒരു ഫുൾ ഫ്രോക്കാട്ടോ, ഹാഫ് അല്ല. അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കളറും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇതെടുത്തു. അപ്പോൾ ഒന്ന് പ്ലെയിൻ എടുത്തപ്പം ഒരെണ്ണം വിചാരിച്ചു പ്രിൻ്റഡ് എടുക്കാമെന്ന്. ഈ സെയിം മെറ്റീരിയൽ തന്നെ പ്രിൻ്റഡ്, സെയിം സ്ലീവ്ലെസ്, ബാക്കിൽ ഇങ്ങനെ എലാസ്റ്റിക്, പോക്കറ്റ് വരുന്നുണ്ട്, പാഡഡാണ്. ഭയങ്കര ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണം പ്ലെയിൻ എടുത്തപ്പോൾ ഇതിൻ്റെ ഗ്രീൻ ഉണ്ടായിരുന്നു. എൻ്റെ കണ്ണിങ്ങനെ കൈയിങ്ങനെ അതിലേക്ക് ഇങ്ങനെ തരിച്ചു. പിന്നെ ഞാൻ ഓർത്ത് വേണ്ട, എല്ലാപ്പോഴും അത് ചേരണം എന്നില്ല. അപ്പോൾ ഇത് എടുത്തു. നൈസല്ലേ. പിന്നെ ഞാനൊരു ക്രീം ടീഷർട്ട്, ഒരു ക്രീം യെല്ലോ ടീഷർട്ട് എടുത്തു. അതും സെയിം ഞാൻ അവിടെ റെയിൻ ഡ്രൈവിൽ പോയപ്പോൾ ഇട്ടു. ഗൈസ്, എവിടെ പോയാലും മഴ കൊള്ളണം എന്നുള്ളത് പറഞ്ഞാൽ മറൈൻ ഡ്രൈവിൽ ഞങ്ങളിരിക്കുന്ന പെട്ടെന്ന് പടയെന്ന് പറഞ്ഞൊരു മഴ പെയ്തു. ഒരു ഹെവി റെയിൻ പെയ്തു. അതുപോലെ തന്നെ പോയി. അപ്പോൾ ഞങ്ങൾ മൊത്തം മഴയത്ത് കുളിച്ച്. അപ്പോൾ അതും ഇവിടെ അലക്കിയിട്ടേക്കുവാണ്. ഞാൻ അതിൻ്റെ ഫോട്ടോസ് മേലെ ആഡ് ചെയ്യാം. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അമ്മയുടെ ചെരുപ്പ്, അതും ഞാൻ ആഡ് ചെയ്തേക്കാം. അതും ഇതിനകത്ത് ആഡ് ആയില്ല. ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മൾ ആക്ച്വലി വാങ്ങിയേക്കണത്. പിന്നെ ഇനിയിപ്പോൾ ഉള്ളത് ഞാൻ പറഞ്ഞ ബാഗുകൾ. പിന്നെ ഒരു ട്രോളി ബാഗ് വാങ്ങി. അതും ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ആക്ച്വലി നമുക്ക് അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ നാടിനെ അപേക്ഷിച്ച് അഫോർഡബിളാണ്. പക്ഷേ വേറെ റീൽസിൽ ആൾക്കാർ പറയുന്ന പോലെ തന്നെ ഭയങ്കര റേറ്റ് കുറവായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആ നാട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നാട്ടിൽ ആ ഒരു എന്താ അറിയില്ല, അങ്ങനെ കുറച്ചധികം വാങ്ങിക്കൂട്ടി. ഒരുപാടൊന്നുമില്ല. അപ്പോൾ നമ്മൾ അച്ഛനമ്മ ചേച്ചി അങ്ങനെ എല്ലാവർക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധനങ്ങളും സെപ്പറേറ്റ് ഒരു ബാഗിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ, ഞാൻ ഇടാം. അത്യാവശ്യം നല്ല ബാഗ് കളക്ഷൻസ് ഉണ്ട്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രം ഹെയ്റ്റ് സബിത സംഗീത്. ബൈ.